നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവള് കൊണ്ടുപോക്കോട്ടെ. അവൾക്കല്ലേ മനോരോഗം, നിനക്കല്ലല്ലോ. ദയ കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എല്ലാത്തിനും കാരണക്കാരി അവളാ. പക്ഷെ ചില നേരങ്ങളിൽ ചിലരോട് നമ്മളൊരു പ്രത്യേക പരിഗണന കാണിക്കും. ദൈവം പോലും അനുവദിച്ചു കൊടുക്കാത്ത ചില പരിഗണന, അങ്ങനെയൊന്ന് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കണ്ടില്ലേ, സമാധാനായില്ലേ? മുത്തശ്ശി പറഞ്ഞ താനും കേട്ടല്ലേ, ദൈവത്തിന് പോലും കൊടുക്കാൻ പറ്റാത്ത ചില പരിഗണനകൾ. ആമി ചേച്ചിയുടെ മനസ്സ് വീണ്ടും താളം തെറ്റി ആ പാലത്തിനെടുത്ത് ചാടിയപ്പോ അതിന് തന്റെ പെങ്ങളുടെ തലയ്ക്ക് അടിയേക്കുന്നതിനൊപ്പം മാറ്റാനുള്ളതല്ല പൂജയുടെ ജാതകം. അതില് ഇനി എന്തെഴുതണമെന്ന് ഞാൻ തീരുമാനിക്കും. പൂജ ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എന്തുവാ? അയ്യോ, ഓ ഓ ഓ ഓ ഓ വേണ്ട 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 വേണ്ട, കരയല്ലേ വാവേ. അമ്മ വന്നല്ലോ, പാല് വേണോ? അമ്മ തരാട്ടോ. നമുക്ക് റൂമിലേക്ക് പോ. ഓ ഓ വേണ്ട 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 വേണ്ട. അത് ശരി, ഒറ്റ നിമിഷം എന്റെ കണ്ണു തെറ്റിയപ്പോ കൊച്ചിനെ അടിച്ചോണ്ട് പോവല്ലേ? എനിക്ക് എന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോകേണ്ട കാര്യം എന്താ? അയ്യോ, ഇയാളുടെ കുഞ്ഞോ? അതിപ്പോ മുതല് ആമി മോള് കഷ്ടപ്പെട്ട് നൊന്തു പ്രസവിച്ച കുഞ്ഞ് ഇയാളുടേത് എങ്ങനെയാകും? എനിക്കാരെയും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ ഓ ഓ ഓ ഓ ഓ വഴിമാറ്, എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കണം. അങ്ങനെ ഇപ്പൊ കൊടുക്ക. ഇപ്പോ കൊച്ചിന്റെ മേൽ ഇയാളുടെ ദൃഷ്ടി പോലും പതിയാൻ പാടില്ലെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് ആമി മോള് പുറത്തു പോയത്. എനിക്ക് എന്റെ ജോലി ചെയ്തേ പറ്റൂ. ദേ, മര്യാദക്ക് കൊച്ചിനെ കൊണ്ട് തൊട്ടിൽ കിടത്ത. ഓ ഓ കുഞ്ഞ് കരയുന്ന കേട്ടില്ലേ? ഇതിന് വിഷമിട്ടാ. ആദ്യം പാല് കൊടുക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എവിടെ കിടത്തണമെന്ന്. അയ്യോടാ, അത് കൊള്ളാലോ. ഒടേർക്കില്ലാത്ത ദണ്ണം നാട്ടുകാർക്കാണോ? എന്താ എന്താ ഇവിടെ? അമ്മ തന്നെ പറ, ഈ കൊച്ചു കാണിക്കുന്നത് ന്യായമാണോ? ഇവിടെ എല്ലാരും നോക്കി നിൽക്കുമ്പോഴല്ലേ ആമി മോൾ ഇവരുടെ മുറിയിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് സ്വന്തം മുറിയിൽ കൊണ്ട് കിടത്തിയത്. എന്നിട്ട് ഇപ്പൊ മോള് പുറത്തു പോയപ്പോ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഞാനൊന്ന് അപ്പുറത്തേക്ക് പോയി തക്കം നോക്കി ഈ കൊച്ചു കുഞ്ഞിനെ എടുത്തോണ്ട് പോന്നു. ആമി മോള് വരുമ്പോ എന്നോടല്ലേ ചോദിക്കുന്നേ? എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വം അല്ലേ? പിന്നെ ഈ വീട്ടിൽ ഉത്തരവാദിത്തമുള്ള ഒരേ ഒരാള് നീ മാത്രമല്ലേ? അമ്മേനെ കളിയാക്കുവാണെങ്കിൽ ഈ പറഞ്ഞതിലൊരു സത്യമുണ്ട് കേട്ടോ. മര്യാദ കുഞ്ഞിനെ തരാൻ പറയാമേ. വെറുതെ ഇവിടെ ഒരു കുടുംബകലകം ഉണ്ടാക്കല്ലേ. മോളെന്തിനാ കുഞ്ഞിനെ എടുത്തേ? പാല് കൊടുക്കാനല്ലേ? കൊണ്ടുപോയി പാല് കൊടുക്ക്. അമ്മേ, ഇതിന്റെ പേരിൽ ഇവിടെ എന്തു കുടുംബകലഹം ഉണ്ടായാലും ഞാൻ പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാം. നീ അടുക്കളയിലേക്ക് ചെന്ന് വൈകിട്ടത്തേക്ക് കാപ്പിക്കുള്ള പലഹാരം ഉണ്ടാക്കാൻ നോക്കപ്പോ. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം അമ്മയുടെ ഇഷ്ടം. ആമിമോൾ വരുമ്പോ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. ഓ, വിട്ടേക്കണേ, മറക്കല്ലേ. ഓ, മറക്കില്ല. ആ, എന്തിനാ മോളെ കുഞ്ഞിനെ ഇട്ടിങ്ങനെ കരയിക്കുന്നേ? കൊണ്ടുപോയി അതിന് പാല് കൊടുക്ക്.